Hi friends, welcome back. We have video Realme C35 എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെയാണ്. സാധാരണഗതിയിൽ 11000 രൂപ റേഞ്ചിലൊക്കെ നോക്കിയാൽ അത്ര നല്ല ഡിസൈൻ ഉള്ള ഫോണുകളൊന്നും കിട്ടാറില്ല. ബട്ട് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നല്ല ഡിസൈനിലുള്ള ഒരു ഫോണാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ ഒരു ഡിസൈൻ ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് ഈ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും നല്ല ഡിസൈൻ ഉള്ള ഫോണുകളിൽ ഒരെണ്ണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡൈനാമിക് ഗ്ലോയിങ് ഡിസൈൻ എന്നാണ് ഇതിനെ റിയൽമി വിളിക്കുന്നത്. എന്തായാലും സംഗതി ഒരു ബോക്സി സ്റ്റൈലൊക്കെ ആയിട്ട് നല്ല കിടിലൻ ലുക്കിലാണ് ഈ ഫോൺ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ലുക്ക് മാത്രം ഉണ്ടായാൽ പറ്റുമോ? ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതൊക്കെ എങ്ങനെയുണ്ട്? ഈ ലുക്കുള്ള ഫോണിന്റെ ലുക്ക് നോക്കി എടുക്കാൻ പോയാൽ എന്തായിരിക്കും ഫലം? നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ. സോ ഇതാണ് റിയൽമി C35ന്റെ ബോക്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, നമ്മൾ യൂഷ്വലി കാണുന്ന റിയൽമി ഫോണിൻ്റെ ബോക്സ് പോലെ തന്നെ റിയർ സൈഡിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ബോക്സ് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ പതിവ് പോലെ തന്നെ അകത്ത് കേസൊക്കെ അടങ്ങുന്ന ഒരു ചെറിയ പാക്ക് കാണാം. അത് ഓപ്പൺ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതിനകത്ത് കേസ് ഇല്ല. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ കേസ് ഒന്നും കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അവിടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. ഇതാണ് നമ്മൾ പറഞ്ഞ നല്ല ഡിസൈനിലുള്ള ഒരു ഫോൺ. നമുക്ക് ഫോൺ പതിയെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയുണ്ട് റിയൽമിയുടെ C35ന്റെ ലുക്ക്. നമ്മൾ നേരത്തെ കണ്ടു. എന്തായാലും നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. റിയർ സൈഡിലെ ഡിസൈൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡിസൈൻ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഈ ഗ്ലോവിങ് ഡിസൈന് വേണ്ടിയിട്ട് അവർക്ക് ഗ്ലാസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കിലാണ് അവർക്ക് ഈ ഗ്ലോവിങ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അത്രേ. അതുകൊണ്ട് ഗ്ലോവിങ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എനിവേ നന്നായിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ഓവർവ്യൂ നോക്കാം. പക്ഷെ അതിന് മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. ബോക്സിൽ നമുക്ക് ഒരു ചാർജർ, 18 വാട്ടിൻ്റെ ഒരു ചാർജറുണ്ട്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയുമാണ് ബോക്സിലുള്ളൂ. നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ തിരിച്ച് ഫോണിലേക്ക് വരാം. ഫോണിൻ്റെ ഒരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. എല്ലാ സൈഡും എങ്ങനെയാണെന്ന് ക്ലോസ് ആയിട്ടൊന്ന് കാണാം. 3.5mm ഹെഡ്ഫോൺ ജാക്കാണ് ഫസ്റ്റ് കാണുന്നത്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല് താഴെ ഇതൊക്കെയാണ്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണുകൾ, സിം ട്രേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്. നിങ്ങൾക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. ടോപ്പ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ ഉണ്ട്, അതാണ് കാര്യം. ബാക്കിയുള്ളത് 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസും ഒക്കെയാണ്. ഫ്രണ്ട് സൈഡിൽ 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയുണ്ട്. സോണി IMX355 ആണ് ആ സെൻസർ എന്നാണ് പറയുന്നത്. ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 6.6 ഇഞ്ചാണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ കൊള്ളാം. പക്ഷേ ഈ ഭംഗി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യം നടക്കുമോ? നമ്മൾ നേരത്തെ ചോദിച്ച പോലെ നടക്കുമോ? എന്തൊക്കെയാണ് ഇതിന്റെ ബാക്കിയുള്ള ഘടകങ്ങൾ? പ്രൊസസ്സർ യൂണിസോക്കിന്റെ T616 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 12nm പ്രോസസ്സിലുള്ള ഒരു പ്രോസസ്സറാണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി കാർഡൊക്കെ നിങ്ങൾക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. റിയൽമി UI 6 എഡിഷൻ ആണ്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. 4GB റാം 64GB സ്റ്റോറേജ് വരുന്നുണ്ട്. 4GB റാം 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. 4GB റാം 64GB സ്റ്റോറേജിനാണ് നമ്മൾ ഈ പറഞ്ഞ വില 11,999 രൂപ. സോ ഈ ഒരു പ്രൈസിൽ ഈ ഒരു റാമും സ്റ്റോറേജും പെർഫോമൻസും പ്രൊസസ്സറും ഒക്കെയാണ് കിട്ടുന്നത്. പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തായാലും ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്കാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. കാണാനും നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം എന്താ ഇതുപോലുള്ള ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് കളിക്കാം. വേണമെങ്കിൽ BGMI കളിക്കാം. ബട്ട് അതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ചെറിയ ഗെയിമുകൾ കളിക്കുന്നതായിരിക്കും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇതായി ഇവിടെ കാണാം. ഈ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. അത്യാവശ്യം സ്മൂത്ത് ആയ പെർഫോമൻസ് ഉണ്ട്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലും വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ മേഖലയൊക്കെ നന്നായിട്ടുണ്ട്. ക്യാമറ, ഇതിന്റെ മെയിൻ ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകളാണ് ഇതിന്റെ മെയിൻ ക്യാമറ തരുന്നത്. 50 മെഗാ പിക്സലിന്റെ ക്യാമറ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൈസിൽ ഒരു നല്ല ക്വാളിറ്റി തരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ മെയിൻ ക്യാമറയുടെ ഇമേജുകൾ കാണുമ്പോൾ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വീഡിയോയും നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ മെയിൻ ക്യാമറ ഡേ ലൈറ്റിൽ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന, ഈ പ്രൈസ് റേഞ്ചിൽ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് തോന്നുന്നു. സെൽഫി ക്യാമറയുടെ വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലാണ് സെൽഫി ക്യാമറയുടെ വീഡിയോ സാമ്പിൾ നല്ല ലേറ്റ് ഉള്ള സിറ്റുവേഷനിൽ കിട്ടുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HD റെസൊല്യൂഷനിലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം HDയെ കിട്ടുന്നുള്ളൂ. ഇമേജുകൾ നമുക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി സെൽഫി ഇമേജുകളാണ്. ഇവിടെയും ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോർട്രേറ്റ് ഇമേജുകൾ സെൽഫി ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്ന ഇമേജുകൾ. സോ ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾക്ക് ഈ പ്രൈസിന് ഈ ഒരു ക്യാമറ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ഇതിന്റെ മെയിൻ ക്യാമറ തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഓക്കെയാണെന്നുള്ളത് നോക്കുക. ഇതിന്റെ കുറച്ച് ഇമേജ് സാമ്പിളും 2-3 എണ്ണം വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റി.
എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല ലേറ്റ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഗതി HD ആണെങ്കിലും കൊള്ളാം. ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റി കൂടി ഒന്ന് കണ്ടു നോക്കിയോളൂ. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡേ ലൈറ്റിലായാലും വേറെ വിഷ്വൽ ക്വാളിറ്റിയിൽ ഇഷ്യൂസ് ഒന്നുമില്ല. ബ്രൈറ്റായ ഡിസ്പ്ലേ തന്നെയാണ്. 6.6 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. 90.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഉണ്ട്. ഗുഡ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഓവറോൾ ഡീസൻ്റ് ആണ്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. ബാറ്ററിയുടെ ഭാഗത്തൊന്നും വേറെ ന്യൂനതകളൊന്നുമില്ല. അതൊക്കെ പെർഫെക്റ്റ് ആണ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ ഫുൾ HDയിൽ തന്നെ കണ്ടന്റുകളൊക്കെ സ്ട്രീം ചെയ്ത് കാണാം. ക്യാമറ TAP ലിമിറ്റഡേ വരുന്നുള്ളൂ. സാർ വാല്യൂ 1.194 ആണ്. ഹെഡ് സാർ വാല്യൂ, ബോഡി സാർ വാല്യൂ 1.130 ആണ്. OTG സപ്പോർട്ടും കാര്യങ്ങളൊക്കെയുണ്ട്. വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. സോ അത്രയുമാണ് Realme C35 എന്ന ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രധാനപ്പെട്ട കാര്യമല്ല, ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ എല്ലാ സുഹൃത്തുക്കളും കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് കമൻറ്റുകളൊക്കെ ഒന്ന് നോക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.